രാവിലെ എൻ്റെ വീടിൻ്റെ ബാക്ക് സൈഡ് കണ്ട കാഴ്ചയാണിത്. ഈ വാസ്പിനറിയാം നമ്മൾ വീട് ക്ലീൻ ചെയ്യുമ്പോഴത്തേക്ക് ഈ നെസ്റ്റ് എന്തായാലും പോകുമെന്ന്. എന്നാലും അതിൻ്റെ ഫുൾ എഫേർട്ട് കൊടുത്തിട്ട് അതിന് നല്ല ഫിനിഷാക്കി. ആ ഫിനിഷിങ് നല്ല രസമുണ്ടായിന്. അതുപോലെയാണ് ഇപ്പം എൻ്റെ യൂട്യൂബ് ചാനലും. എനിക്കറിയാം ഇനി കൂടുതൽ വ്യൂസും ലൈക്സൊന്നും വരില്ലാന്ന്. എന്നാലും എന്തെല്ലോ കണ്ടിട്ട് വീഡിയോ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇന്നലത്തെ വീഡിയോൻ്റെ വ്യൂസും ലൈക്സും കണ്ടിരുന്ന് ഭയങ്കര ഡെസ്പായി പോയി. അങ്ങനെ ഇരുന്നിട്ട് വൈകുന്നേരം ആകുമ്പോൾ ഒരു മെസ്സേജ് വന്നു, ഇന്നെന്തേ വ്ളോഗൊന്നും ഇല്ലേന്ന്. ആ മെസ്സേജ് കാണുമ്പോൾ എനിക്ക് തോന്നി ഓക്കെ എന്നാലൊരു ഈവനിങ് വ്ളോഗ് പോലെ എന്തെങ്കിലും ചെയ്യാമെന്ന്. ഈവനിങ് എനിക്ക് അജ്ജ് 2 ഓപ്ഷൻ തന്നു. ഒന്നെങ്കിൽ കുളിച്ച് തിരി വെക്കണം, അല്ലെങ്കിൽ ദോശ ചുടണം. കുളിച്ച് തിരി വെക്കുന്ന യൂഷ്വലായിട്ട് ഞാൻ ചെയ്യുന്ന കാര്യമാണ്. ഞാൻ ഗോതമ്പിൻ്റെ ദോശ ഇതുവരെ ചുട്ടിട്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ എന്നാൽ ഗോതമ്പിൻ്റെ ദോശ ചൂടാന്ന്. പക്ഷേ ഒരു ട്രൈ കൊടുത്തതാണ്. ആ ഫസ്റ്റത്തെ ട്രൈ തന്നെ ഭയങ്കര മോശമായിപ്പോയി. എന്താക്കിയത് എനിക്ക് തന്നെ അറിയില്ല. അജ്ജി കാണിച്ചു കൊടുത്തു. അപ്പോൾ അജ്ജി പറഞ്ഞു ഇനിയൊരിക്കാക്ക് നല്ല രസം ഉണ്ടാവും എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ അജ്ജിയുടെ മോട്ടിവേഷൻ കാരണം രണ്ടാമതൊരു ദോശ ഉണ്ടാക്കി. അത് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നു. അങ്ങനെ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടൊരു പെർഫെക്റ്റ് ഗോതമ്പ് ദോശ ചുട്ട സന്തോഷത്തിലിരിക്കുമ്പോൾ ഒരാളെൻ്റെ എന്നോട് പറഞ്ഞു, 2-3 ദിവസമായി ഞാൻ ഒരു പ്രൊജക്റ്റ് ചെയ്യുന്നു, എങ്ങനെ അയച്ചാലും മാം ഇതല്ല പറയുന്നത്, എന്തെങ്കിലും ആക്കി തരുമോ എന്ന് ചോദിച്ചു. അങ്ങനെ ഒരു PPT ആക്കാനാണ്. അതിനെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഡ്ജസ്റ്റ് ആക്കുമ്പോൾ അത് സെറ്റായി. അങ്ങനെ ഓള് ഹാപ്പിയായി. ആ സന്തോഷത്തിൽ ഞാനാക്കിയ ഗോതമ്പ് ദോശയും സാമ്പാറും ഗ്രീൻ പീസും കൂട്ടിയിട്ട് ഡിന്നറും കഴിച്ചു. ഈ സാമ്പാറിന് വേറൊരു കഥയുണ്ട്, അത് നാളെ പറഞ്ഞുതരാം. ഓക്കെ ദെൻ ബൈ.